ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ബംഗാളി മോഡൽ ഒരു ഡാൽ കറിയാണ്. ഈ ഡാൽ കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഈ ഡാൽ കറി മാത്രം മതി. ഇതാദ്യം കടുക് പൊട്ടിച്ച് കുറച്ച് ജീരകം ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫേവറേറ്റ്. അത് കഴിഞ്ഞ് മുളകും കരിവേപ്പിലെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം മൂത്ത് വരുമ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളകും നല്ലോണം വാട്ടണം. അത്യാവശ്യം നല്ല വാടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ടിട്ട് വാട്ടാം. അപ്പോൾ നല്ല വാടി വന്നു കഴിഞ്ഞാൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം ഇച്ചിരി കാശ്മീരി ഇടാം. ഒരു കളർ ചേഞ്ചിന് വേണ്ടി ലേശം ഇച്ചിരി സ്പൈസിങ് കിട്ടും. അപ്പോൾ ഈ സ്പൈസിക്ക് ഇതിനും വേണ്ടി നമ്മൾ കുറച്ച് എരിവ് ചേർക്കാം. അപ്പോൾ ഏകദേശം നല്ല മൂത്ത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കൊടുക്കേണ്ട ഒരു സാധനം നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഇച്ചിരി കായപ്പൊടി ചേർക്കാം. അതൊരു ഇതാണ് ഇതിൽ. അത് കഴിഞ്ഞ് ഏകദേശം നല്ല ഇളക്കി മറിച്ച് മൂത്ത് വാടി വരണം. ഇത് നല്ല ഒരിത്. അത് കഴിഞ്ഞ് നമ്മൾ ഡാല് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പരിപ്പ് കറി വരും. നല്ല പരിപ്പ് കറിയായി. ഇത് ബംഗാളിസ് മോഡലാണ് കേട്ടോ. ഇത് നമ്മൾ അധികം ഗൾഫിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുക അധികം. അവിടെ ഈ ശ്രീലങ്ക, ബംഗ്ലാദേശുകാർക്കൊക്കെ അധികം ഇതായിരിക്കും. പിന്നെ പൊതുവെ പ്രവാസികൾ അധികം പരിപ്പ് കറിയും ചോറും ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ലേശം മല്ലിച്ചപ്പിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി ആ തള ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടുക് പൊട്ടിച്ചത് വന്നിട്ട് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിന് കുറച്ച് നെയ്യ് ഒഴിക്കാം. പക്ഷേ ഇവിടെ ഇപ്പം നെയ്യില്ല. അതൊരു ടേസ്റ്റാണ് കേട്ടോ, ഡാലിൽ നെയ്യ് ഒഴിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നല്ല വീഡിയോസായിട്ട് പറയാം. Okay, bye.